ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ ചാള, കുഞ്ഞു ചാള വെച്ചിട്ട് തോരൻ വെക്കുന്ന ഒരു വീഡിയോ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കാണുന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. ആദ്യം തന്നെ ചാള തലയോടുകൂടി തന്നെ വെട്ടി കഴുകിയെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കത്രിക ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അന്നേരം ഇതുകൊണ്ട് എടുക്കുമ്പോൾ വളരെ എളുപ്പം നമുക്ക് ചെറിയ പീസാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 വെള്ളം കൂടെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ തിരുകി വെച്ചിരിക്കുന്ന തേങ്ങ, അത് ആവശ്യാനുസരണം തേങ്ങ എടുക്കാം. മീനിനനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 4-5 പച്ചമുളകാണ്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അത് നമുക്ക് ഈ തേങ്ങയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു പിടി ചെറിയ ഉള്ളിയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിത് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ. വെള്ളം ഒഴിക്കാതെ വേണം ചതച്ചെടുക്കാനായിട്ട്. ഇതിപ്പം നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചതച്ചില്ലെങ്കിൽ ഒന്നൊരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് മീൻ നല്ല രീതിയിൽ 2-3 വെള്ളം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് കഴുകിയെടുത്ത മീൻ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ഇതിൻ്റെ അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുമ്പൻ പുളിയാണ്. അത് നമുക്ക് പുളിക്കനുസരിച്ച് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇരുമ്പൻ പുളി ഇല്ലെങ്കിൽ നമുക്ക് മാങ്ങയോ പിണംപുളിയോ നമുക്ക് പുളിക്ക് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇരുമ്പൻ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിനകത്ത് ആദ്യം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വെക്കാം. ഇനി നല്ല രീതിയിൽ വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് 1-2 വട്ടം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പം നല്ല രീതിയിൽ വെന്ത് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കിയും കൂടെ കൊടുത്ത് നമുക്ക് വെള്ളം നല്ല രീതിയിൽ പറ്റിയെന്ന് ഉറപ്പാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പം നല്ല രീതിയിൽ വെന്ത് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ തോരൻ ഇവിടെ തയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേയും ബൈ. താങ്ക് യു.